The line E 50 mm long parallel to HP and inclined 45 degree to VP has its end E 10 mm behind VP and 15 mm below HP. Assume the line in the third quadrant. തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ നമുക്കറിയാം ബിഹൈൻഡ് വി പി ബിലോ എച്ച് പി ആണ്. ഇവിടെ 15 mm ബിലോ എച്ച് പി എന്ന് പറഞ്ഞേക്കണേ. 15 mm താഴെ വന്ന് നമ്മൾ ഇ ഡാഷ് ലൊക്കേറ്റ് ചെയ്യുക. 10 mm ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞേക്കണേ. 10 mm മേലെ വന്നിട്ട് ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ പുറകിലാണ്. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂല് പുറകിലായിട്ടാണ്, വി പിയുടെ പുറകിലായിട്ടാണ് കാണുക. നമ്മളത് വരയ്ക്കുമ്പോൾ എക്സ് വൈ ലൈന് മേലെ 10 mm മേലെ വന്ന് നമ്മൾ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു. ലൈൻ ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു വി പി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വരയ്ക്കാം. നമുക്ക് ആ ലൈനിന്റെ പേര് ഇ എഫ് എന്ന് തന്നെ കൊടുക്കാൻ പറ്റും. 50 mm ആണ് ലൈനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ 50 mm ലെങ്ത് ലൈൻ വരച്ചു. എഫ് നമ്മൾ ലൈൻ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ 15 mm താഴെ നേരത്തെ കിട്ടിയിട്ടുള്ള ഇ ഡാഷിന് പാരലായിട്ട് മറ്റൊരു പോയിന്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഡാഷ്. ഇ ഡാഷ് എഫ് ഡാഷ് നമുക്ക് എലിവേഷൻ കിട്ടി. അതുപോലെ തന്നെ പ്ലാൻ, അതായത് 50 mm ലെങ്ത് ഉള്ള പ്ലാൻ നമുക്ക് കിട്ടി. ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയാണ്. ഇനിയാണ് തേർഡ് ക്വാഡ്രന്റിലുള്ള ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Plan AB of a line AB measures 40 mm. Line is parallel to VP, inclined 30 degree to HP, and A is 10 mm below HP and 20 mm behind VP. Draw the projections of the line to determine the true length. Assume the line in the third quadrant. നമുക്കറിയാം 10 mm below HP എന്ന് പറയുമ്പോൾ 10 mm താഴെ വന്ന് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. നമ്മൾ ബിലോ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എ ഡാഷ് തന്നെ കൊടുക്കാം. 20 mm ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പോയിന്റിനെ എ എന്ന് കൊടുക്കാം. ഇവിടെ പ്ലാന്റ് ലെങ്ത് ആണ് 40 mm തന്നേക്കണേ എന്നുള്ളത് കൊണ്ട് പോയിന്റ് എയിൽ നിന്നും 40 mm പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എക്സ് വൈ ലൈന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് അവിടെ പോയിന്റ് ബി കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ എൻ പ്രൊജക്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ബിയിൽ നിന്നും ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യുക. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് പോയിന്റ് എ ഡാഷിൽ നിന്നും ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ വന്നിട്ട് ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെ കിട്ടിയ ലൈനാണ് ഇ എൽ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് നമുക്ക് അൺനോൺ ആയിരിക്കും. നിങ്ങളത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ട് വേണം അത് ആൻസർ ആയിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉള്ളത്. സാധാരണ ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്, ഇവിടെ തന്നിരിക്കുന്നത് പ്ലാൻ ലെങ്ത് ആണ്. 40 mm പ്ലാൻ ലെങ്ത് ആണ്. അപ്പോൾ എയിൽ നിന്നും എക്സ് വൈ ലൈന് പാരലായിട്ട് 40 mm ലെങ്ത് എടുത്തിട്ട് ഈ പോയിന്റ് ബി ലൊക്കേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തിടുക. ഈ പോയിന്റ് എ ഡാഷിൽ നിന്നും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് മറ്റൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റിന്റെ പേര് ബി ഡാഷ്. അതായത് ഈ പോയിന്റിന്റെ പേര് ബി ഡാഷ് ആണ്, അവിടെ എഴുതിയിട്ടില്ല. ഈ പോയിന്റിന്റെ പേര് എ ഡാഷ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.